ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സർദോസി ഉപയോഗിച്ച് ഫ്ലവേഴ്സ് ചെയ്യാനായിരുന്നേ പഠിച്ചത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പോലെ തന്നെ എങ്ങനെ ഒരു ലീഫ് സർദോസി വെച്ചിട്ട് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്. ലീഫ് ചെയ്യുന്നത് ഈസിയാണ്. സർദോസി വെച്ച് ഫ്ലവർ ചെയ്യുന്നത് അതിൽ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് സർദോസി വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർദോസി നമുക്കിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഒരു സർദോസി മുറിക്കണമെങ്കിൽ ഇതെടുത്തിട്ട് നമുക്ക് സാധാരണ കത്രിക വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള ലെങ്തിൽ നമുക്ക് ഈ സർദോസി മുറിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഇങ്ങനെ വലിച്ചാൽ വലിഞ്ഞു പോവും. ഈ സർദോസിയുടെ ഇടയിലുള്ള ഹോളിനകത്തൂടെ നമുക്ക് സൂചി കയറ്റി നമുക്ക് ചെയ്യാൻ പറ്റുമേ. അപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സർദോസി ഇതായിരുന്നു. ഇത് കുറച്ചൊക്കെ വലിഞ്ഞു പോയതാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടായിരുന്നു ഞാൻ ഫ്ലവർ ചെയ്തത്. അപ്പോൾ നമുക്ക് ലീഫ് ഒന്ന് ചെയ്ത് നോക്കാം. ലീഫിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ലീഫ് വരയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ചൊരു ലീഫ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ബൈ ഹാൻഡായിട്ട് വരച്ചാൽ മതി. നിങ്ങൾക്കല്ലാതെ എന്തെങ്കിലും പെൻസിലോ എല്ലാം വെച്ച് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. വെറുതെ ഞാനിപ്പം ലീഫിൻ്റെ ഷേപ്പ് വരച്ചേക്കുവാണ്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലീഫിന് ഇതിൻ്റെ ഏറ്റവും താഴത്തെ അറ്റത്തുനിന്ന് ഇങ്ങനെ ഒരു ഷേപ്പാണ് വരേണ്ടത്. അത് ഏകദേശം പകുതിയിൽ നിൽക്കണം. അപ്പോൾ അതിന് എത്രയും സർദോസി വേണമെന്ന് വെച്ചാൽ നമ്മളതൊന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അളവനുസരിച്ചൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ എനിക്ക് ഇത്രയും മതിയാവും. കണ്ടോ? ഇതിൻ്റെ അത്രയും മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് അത്ര അളവിൽ സർദോസി ഒന്ന് മുറിച്ചെടുക്കുവാണേ. അപ്പോൾ ഏകദേശം ഈ അളവിലാണ് മുറിച്ചെടുക്കേണ്ടത്. അതപ്പം മുറിച്ചെടുത്തു. അപ്പോൾ ഈ നീളത്തിൽ നമുക്ക് 3 എണ്ണമാണ് വേണ്ടത്. ഈ 3 ലീഫിനും കൂടെ 3 എണ്ണം ഈ നീളത്തിൽ തന്നെ മുറിച്ചെടുക്കുക. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന നീഡിൽ നമ്പർ 12 ആണ്. വളരെ തിന്നായിട്ടുള്ള നീഡിലാണ്. ഇത് വെച്ചിട്ട് നമുക്ക് സർദോസി കയറ്റാൻ പറ്റത്തുള്ളൂ. സാധാരണ ബീഡ്സ് വർക്ക് ചെയ്യാനും ഈ സൂചി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോർമൽ ത്രെഡാണ്, മിഷൻ ത്രെഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആ മിഷൻ ത്രെഡിന് ആദ്യം നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ചുമ്മാ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് അത് കയ്യിലൊന്ന് 2 വട്ടം ചുറ്റിച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നത് അവിടുന്ന് അഴിഞ്ഞു പോരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് 2-3 തവണ ഒന്ന് അവിടെ ഇവിടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത്, അതായത് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ മുകളിൽ കാണാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, ഹാൻഡ് വർക്ക് ചെയ്ത് ബീഡ്സോ അല്ലെങ്കിൽ സർദോസി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് 2-3 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴോട്ടും മുകളിലോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് എവിടെയാണോ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ കെട്ടിയിട്ട് നമ്മൾ തുടങ്ങുവാണെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് അത് പെട്ടെന്ന് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ 2-3 സ്റ്റിച്ച് നമ്മൾ ഒന്ന് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ താഴെ നിന്നല്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ സെക്യൂറായിട്ട് തന്നെ ഹാൻഡ് വർക്ക് കുറച്ചുകൂടെ സെക്യൂറായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ എടുത്തു. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? ഈ നീഡിൽ ഈ സർദോസിക്കകത്തൂടെ കയറ്റുക. ഈസിയായിട്ട് കയറിപ്പോവും. നീഡിൽ നമ്പർ 12 ഒക്കെ സർദോസി സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള നീഡിലാണ്. അത് ഈസിയായിട്ട് കയറിപ്പോവും. എന്നിട്ട് ഇവിടെ തന്നെ കൊണ്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കൊരു ഇതളിൻ്റെ ഷേപ്പിൽ കിട്ടും. കണ്ടോ? ഇങ്ങനെ കിട്ടും.
എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഇതിൻ്റെ അറ്റത്തുണ്ടല്ലോ, അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. സെക്യൂർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല, അവിടുന്ന് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്, ഈ ഡിസ്റ്റൻസിലാണ് അടുത്ത സർദോസി വെക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം എടുത്ത സർദോസിയുടെ അത്രയും നീളം അപ്പം വേണ്ട, ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളം മതിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ലെങ്താണ് നമുക്കിനി വേണ്ടത്. അത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്തിലുള്ള സർദോസിയാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. അപ്പം അങ്ങനെ അത്രയും ലെങ്തിലുള്ള സർദോസിയും കൂടെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ മതി എത്ര ലെങ്ത് വരുമെന്നുള്ളത്. കുറച്ച് സർദോസി എടുത്തിട്ട് ഇവിടുന്ന്, അതായത് ഇത് കവർ ചെയ്ത് നിൽക്കണം, ഇവിടുന്ന് ഈ നമ്മളിപ്പോൾ കുത്തിയെടുത്ത് ആ നൂലിൻ്റെ അവിടുന്ന് ഇതിൻ്റെ അറ്റത്ത് വരെ, ഈ ലെങ്ത് വരെ, ഈ ലെങ്തിൽ നമുക്ക് മുറിച്ചെടുക്കണം. അങ്ങനെ ആ ലെങ്തിൽ തന്നെ കുറച്ച് സർദോസി മുറിച്ചെടുക്കുക. അപ്പം ഞാൻ കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം വെച്ച സർദോസിയുടെ അറ്റത്തു നിന്ന് എടുത്തിട്ട് നൂല് കുത്തി എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ച സർദോസി നമ്മൾ അതിലൂടെ കയറ്റുവാണേ. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്തോട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കുക. അത് ചെറുതായിട്ടൊന്ന് ബൾജ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അത് വരുന്നത്. അപ്പം നമുക്ക് ലീഫിന് നമുക്കൊരു ഒരു എടുപ്പ് കിട്ടും, ഒരു 3D ലീഫ് പോലെ നമുക്ക് തോന്നും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പം അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്തു നിന്ന് തുടങ്ങണേ, അതിൻ്റെ കുറച്ച് താഴെയായിട്ട് തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം. സാധാരണ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ കുറച്ച് താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ സർദോസി എടുക്കുക, കോർത്തിട്ട് പിന്നെ ചെയ്യേണ്ട ഈ വെച്ചതിൻ്റെ അടിയിലോട്ട് വേണം അടുത്തത് ചെയ്യാൻ. കണ്ടോ, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തത് ഇപ്പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഒരു സൈഡ് തന്നെ ആദ്യം ചെയ്തു പോകാം താഴോട്ട്, അല്ലെങ്കിൽ ഒരു സൈഡ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലൊന്നുകൂടെ അങ്ങനെ ചെയ്തു. ഇപ്പം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ കുറച്ച് താഴെയായിട്ടല്ലേ എടുത്തത്, അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഈ ആദ്യം വെച്ചതിൻ്റെ കുറച്ച് ഇച്ചിരി താഴെയായിട്ട് നമുക്ക് എടുക്കാം. നൂല് കുത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും സർദോസി എന്നിട്ടത് ഇങ്ങനെ ചേർത്ത് ആദ്യം വെച്ചെടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ലീഫിൻ്റെ രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനി അടുത്ത എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം രണ്ടാമത് എടുത്തതിൻ്റെ കുറച്ച് താഴെയായിട്ട്, അല്പം താഴെയായിട്ട് എടുത്താൽ മതി അറ്റത്ത്, അല്ലെങ്കിൽ ആ ലൈൻ പോകുന്നതനുസരിച്ച്, അതായത് ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ അതനുസരിച്ച് നമുക്ക് കുത്തിയെടുത്താൽ മതി. ഇത് കുറച്ച് ചെറിയാന്നിരിക്കാൻ നമ്മളിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ആ നടുക്കോട്ട്, ഇപ്പം കുത്തിയതിൻ്റെ താഴെയായിട്ട് ആ നടുക്കോട്ട് വെച്ച് താഴെ കുത്തിപ്പോന്നാൽ മതി. ഇനി അടുത്തത് ഇപ്പുറത്തെ സൈഡിലെടുക്കാം. നമ്മൾ ഇത് താഴെയായിട്ട്, അതായത് നടുക്കോട്ട് കൊണ്ട് കുത്തണം, എന്നാലേ അത് കുറച്ചൊന്ന് വളഞ്ഞിരിക്കത്തുള്ളൂ. അന്നേരം നമ്മൾ ആദ്യം വെച്ച സർദോസിയൊക്കെ ഒന്നുകൂടെ ടൈറ്റായിട്ടിരിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ. അടുത്തത് ഇപ്പുറത്തുനിന്ന് എടുക്കാം.
അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ലീഫ് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കണേ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണേ. താല്പര്യമുള്ളവർ ഹാൻഡ് വർക്കൊക്കെ നമ്മുടെ തന്നെ ഡ്രസ്സുകൾ നമ്മൾ തന്നെ ചെയ്യുമ്പം അത് പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ കിട്ടുന്നത്. നമ്മൾ തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിടുന്ന ഡ്രസ്സുകളൊക്കെ അപ്പോൾ ആരെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പം ചോദിക്കും ആരാ ഇത് ചെയ്തത്. അപ്പം നമ്മളാന്ന് പറയുമ്പം നമുക്ക് തന്നെ ഒരു നല്ലതല്ലേ. നമ്മൾ ഇത്രയും ചെയ്തില്ലേ, അതിൻ്റെ നടുക്ക് ഒരെണ്ണം കൂടെ കൊടുക്കണം. അതായത് ഇതിൻ്റെ നടുക്കൂന്ന്, അതായത് കറക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ നടുക്കൂന്ന് നടുക്കൊരു സർദോസിയും കൂടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. നടുക്കൂന്ന് തുടങ്ങി ഇവിടെ വരുന്ന രീതിയിൽ ഇങ്ങനെ. ഇതിപ്പോൾ ഇത്ര ഇതിന് നീളം വേണ്ട, അതിൽ കുറച്ചുകൂടെ നീളം ഒന്ന് കുറച്ച് ചെയ്യണേ. നടുക്കൂന്ന് താഴെ വരുന്ന നീളത്തിൽ ഇങ്ങനെ നമുക്ക് ആ ലീഫിൻ്റെ ആ സ്ട്രക്ചർ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും, കണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി 2 ലീഫും നമുക്ക് ചെയ്തെടുക്കാവേ. ബീഡ്സൊക്കെ കടയിൽ വാങ്ങാൻ അത്ര പൈസയൊന്നും കൊടുക്കണ്ട, ചെറിയ പൈസയ്ക്ക് തന്നെ ഇപ്പം ഒരു കവർ ബീഡ്സിനൊക്കെ 20 രൂപ 30 രൂപ ആ റേറ്റിലൊക്കെ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഇതിനി, ഇപ്പം ഞാൻ ഇത്രയും ചെയ്തുകൊണ്ടിരുന്ന നൂല് തീർന്നുപോയി. അപ്പം എങ്ങനെ ഇനി ഇതിൻ്റെ അടിയിൽ കെട്ടിടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിത് തിരിച്ച് വെക്കുവാണേ. ഇതാണ് ഇതിൻ്റെ അടിവശം വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ അടിവശമാണ് ഇത് വരുന്നത്. ഇവിടെ എങ്ങനെയാണ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനകത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കയറ്റിയിട്ട് തേണ്ടി ഇങ്ങനൊരു ലൂപ്പ് വരുമല്ലോ, അതിനകത്തൂടെ ഒന്നുകൂടെ കയറ്റുക. ഒന്ന് കയറ്റിയെടുത്ത് അത് അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഒന്നുകൂടെ നമ്മൾ ആ സ്റ്റിച്ചങ്ങ് ചെയ്ത് വെച്ചാൽ മതി. ഒന്നുകൂടെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ കയറ്റിയിട്ട് ഒന്നും കൂടെ ആ ലൂപ്പിനകത്തൂടെ കയറ്റി ഒന്നുകൂടെ വെക്കുക. അല്ലെങ്കിൽ ഈ നമ്മളിപ്പം അവസാനിപ്പിച്ചിടത്തും ചെയ്യാതെ മാറ്റി കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് അവസാനിപ്പിച്ചിടത്ത് അയഞ്ഞ് വരാതെ ഇരിക്കും, ആ നൂല് അയഞ്ഞ് വരാതെ ഇരിക്കും. അപ്പം ഇവിടെ നമ്മൾ ചെയ്ത ഭാഗമല്ലേ, അപ്പം അങ്ങോട്ട് മാറ്റി കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അതായിരിക്കും. കാരണം നമ്മൾ അവസാനിപ്പിച്ചിടത്ത് നൂല് അയഞ്ഞ് വരാതിരിക്കാൻ അപ്പോൾ കുറച്ച് മാറ്റി നമ്മൾ ആ ലൂപ്പിനകത്തൂടെ കയറ്റി ജസ്റ്റ് സെക്യൂർ ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് കയറ്റുക, പിന്നെ ഒരു ലൂപ്പ് വരുമല്ലോ, ആ ലൂപ്പിനകത്തൂടെ ഒന്നുകൂടെ കയറ്റുക. ഇപ്പം ലെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. ലൂപ്പിനകത്തൂടെ ഒന്നുകൂടെ കയറ്റുക, ജസ്റ്റ് അവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ അരി വർക്കൊക്കെ അറിയാവുന്നവർക്ക് ഇതൊക്കെ കുറച്ചുകൂടെ നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും. ബീഡ്സ് വർക്കെല്ലാം തന്നെ അരി വർക്കിൽ ചെയ്യുവാണെങ്കിൽ നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ സൂചി നൂല് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് അത്രയും സ്പീഡ് കിട്ടില്ല, എങ്കിലും നല്ല രീതിയിൽ നമ്മൾ ചെയ്താൽ നല്ല ഫിനിഷിങ്ങോടെ തന്നെ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ലീഫ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമേ. ബൈ.